തീർച്ചയായിട്ടും സാർ മനസ്സിലാവുന്നുണ്ട്. സാർ ആദ്യം തന്നെ ഈ മാധ്യമങ്ങൾ ഈ ഒരു രംഗത്തേക്ക് എടുത്ത ഒരു എന്താ പറയാ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നതിനെ ഞങ്ങൾ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ ന്യൂസ് ഒരു നിമിഷം പോലും മാറ്റാതെ ഈ രാവിലെ പക്ഷെ ഇത്രയും ദൈർഘ്യമായിട്ട് ടിവിയുടെ മുമ്പിൽ ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്നലെയൊക്കെ രാവിലെ 6 മണിക്ക് ഓണാക്കിയ റിപ്പോർട്ടർ TV രാത്രി ഉറങ്ങിപ്പോയിട്ടും റിപ്പോർട്ടർ TV അവിടെ ഓണായി തന്നെ ഇരിക്കുകയായിരുന്നു. അത്രയും ഞങ്ങൾ ഇവിടെ ഓരോ മൂമെന്റും സസൂക്ഷ്മം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാദ്യം നിങ്ങൾ റിപ്പോർട്ടർ ചാനലിലും മറ്റു മാധ്യമങ്ങളെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത്, സാർ ഇതിനോടകം തന്നെ ഗവൺമെന്റിന്റെ ആയാലും മറ്റു മാധ്യമങ്ങളായാലും ദുരിത ബാധിതർക്ക് ദുരിതാശ്വാസം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ തന്നെ ഓരോരുത്തരും ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ ഈ ദുരിതാശ്വാസ ഫണ്ട് നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനോടകം തന്നെ ഏകദേശം 400 കോടി മറ്റോ എത്തിയെന്നാണ് ചാനലുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സാർ ഇവിടുത്തെ ഒരു ഏകദേശ കണക്കെടുത്തു കഴിഞ്ഞപ്പോൾ 300-350 കുടുംബങ്ങൾ പൂർണ്ണമായിട്ടും ഏകദേശം 300ഓളം കുടുംബങ്ങൾ ഭാഗികമായിട്ടും അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇപ്പൊ ഈ 400 കോടി രൂപ വന്നു. നമുക്ക് ഒരു ചെറിയൊരു കണക്ക് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു കുടുംബത്തിന് 1 കോടിയോളം രൂപ കൊടുക്കാവുന്ന രീതിയിലുള്ള നിധി സമാഹരണം ഗവൺമെന്റിന്റെ പക്കൽ എത്തിക്കഴിഞ്ഞു. സാർ ഇന്ന് രാവിലെ മീഡിയയിൽ ഇപ്പോൾ സാറ് തന്നെ കാണിച്ച പോലെ പശുക്കൾ നഷ്ടപ്പെട്ടവരോട് പിന്നെ അവരുടെ APL BPL ചോദിച്ച് നടക്കരുത് സാർ. അത് അവർക്ക് കൊടുക്കൂ. അല്ലാതെ എങ്ങനെ അവരിനി പ്രൂവ് ചെയ്യും? അവിടുത്തെ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഒലിച്ചുപോയി. ഇനി എങ്ങനെയാണ് അവർ APL BPL ഒരു ഷർട്ടും മുണ്ടും മാത്രം ഇരിക്കുന്ന ആളുകളോട്? ഇവരിൽ പലരും APL ഒന്നും അല്ല. നിങ്ങളാരും APL അല്ലല്ലോ, എല്ലാവരും BPL അല്ലേ? കേട്ടോ സുമേഷേ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരാരും APL അല്ല, ഇവരെല്ലാവരും BPL ഒക്കെയാണ്. അതിനും താഴെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരാണ്. 450 രൂപയ്ക്കൊക്കെ ജോലി എടുക്കുന്ന മനുഷ്യരുണ്ട്. സുമേഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെനിക്കൊന്ന് സർക്കാർ ശ്രദ്ധിക്കണം. അത് എനിക്ക് സുമേഷ് പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം പ്രേക്ഷകർ തെറ്റിദ്ധരിക്കാതിരിക്കാനാ. അത് 400 കോടി രൂപ സുമേഷ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഏകദേശം 300-350 കോടി രൂപ ഇതിനകം ആയിട്ടുണ്ടാവും. അതിൽ ഓരോ കോടി രൂപ ഒരു കുടുംബത്തിന് കൊടുക്കാൻ പക്ഷേ കഴിയില്ല. കാരണം അവിടെ ഒരു സംവിധാനം പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട്. അപ്പം തീർച്ചയായിട്ടും ദുരന്തത്തിനിരയായവർക്ക് ഇതിനകത്തൊരു തുക വേണം. പക്ഷേ അതിന് പകരം ഒരു സംവിധാനം കൂടെ അവിടെ ഉണ്ടാവണം. അവിടെ കഴിയുന്ന കുറേ മനുഷ്യരുണ്ട്. ഇപ്പോൾ പുഞ്ചിരിമട്ടത്തോട്ട് പോകുമ്പോൾ അവിടെയുള്ള റോഡ് മൊത്തം പോയി, ആ ഭാഗത്തുണ്ടായിരുന്ന സ്കൂൾ മൊത്തം പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ കൂടി അവിടെ സൃഷ്ടിക്കണം. അതിന് സർക്കാരിന് ഈ ഫണ്ട് കൊണ്ടൊന്നും തികയില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ കയ്യിൽ അമിതമായി ഫണ്ട് വന്നു എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ധരിക്കരുത്. ഇനിയും നിങ്ങൾ CMDRF ഫണ്ടിലേക്ക് സുമേഷ് പറഞ്ഞതുപോലെ ഇവരുടെ ഒന്നും ഇനി APL BPL രേഖ ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് സർക്കാർ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നൊരു നിർദ്ദേശമുണ്ട്. എനിക്കൊന്ന് ഇന്ന് നമുക്കത് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ മിനിസ്റ്ററുടെ മുമ്പിൽ വയ്ക്കാം. ഇവരെ ഒരു പ്രയോറിറ്റി കാറ്റഗറി ആയിട്ട് കണക്കിലാക്കുക. സർക്കാർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇവർ ഏതെങ്കിലും രേഖകൾക്ക് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ബാക്കി രേഖകൾ പരമാവധി ഇവരുടെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞോ സുമേഷ് ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ. അപ്പം ബാക്കി രേഖകൾ ഇവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി സെക്ടറായിട്ട് ഇവരെ ഉൾപ്പെടുത്തുക. പറഞ്ഞോ സുമേഷ്, പെട്ടെന്ന് പറഞ്ഞോളൂ. ഈ ഒരു ദുരന്തം നമ്മുടെ കേരളത്തിന്റെ തന്നെ മുഖം നമ്മുടെ എല്ലാം മാറ്റിയിരിക്കുകയാണ്. ജനങ്ങളുടെ മാനസികാവസ്ഥയെ തന്നെ മാറ്റിയിരിക്കുകയാണ്. ദുരന്തം നടന്നത് വയനാട്ടിലാണെങ്കിൽ കൂടി ഇന്നും താഴെയുള്ള ജനങ്ങൾ മുഴുവൻ വളരെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നവരും പരസ്പരം ചെറിയ പിണക്കങ്ങൾ കാത്തുസൂക്ഷിച്ചിരുന്നവരൊക്കെ ഇപ്പൊ അത് മറന്ന് കൂടുതൽ അടുത്തിടപഴകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ മൊത്തം കാണുന്നു. ഫോൺ വിളികൾ കാണുന്നു. ഈ പണത്തിനും സ്വർണത്തിനും ഒന്നും അല്ല, അതിനും മേലെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു ദുരന്തം നമുക്ക് ആകമാനം ഒരു ഫീൽ തന്നിട്ടുള്ളത്. അത് വലിയൊരു അനുഭവമായിട്ടാണ് ഇപ്പൊ സമൂഹത്തിന്റെ ഇടയിൽ ശരിയാണ് സുമേഷ്. മാത്രമല്ല വേറൊരു ഫീൽ എന്താണെന്നറിയോ, സാധാരണ DYFIക്കാരും യൂത്ത് ലീഗുകാരെയും കണ്ടാൽ അത്ര നല്ല സൗഹൃദം രാഷ്ട്രീയമായിട്ടില്ലെന്ന് പ്രേക്ഷകർക്ക് അറിയാലോ. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഈ ചാലിയാറിന് രക്ഷിക്കാൻ പോയ DYFIക്കാർ പുഴയപ്പെട്ടപ്പോൾ യൂത്ത് ലീഗുകാർ പോയി സംരക്ഷിച്ചു പിടിക്കുന്നത് കണ്ടു. അവർക്ക് പരിചരണവുമായിട്ട് വരുന്ന മനുഷ്യരെ കണ്ടു. SDPയും സേവാഭാരതിയും യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കെയറും DYFIയും പിന്നെ SDPയും വെൽഫെയർ പാർട്ടി ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു. സാധാരണ ഒരു രാഷ്ട്രീയ മുഖത്ത് ഇവരെ നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു കാഴ്ചയും നമ്മൾ ഈ കേരളം കണ്ടു. നമ്മൾ പക്ഷെ പലപ്പോഴും പെട്ടെന്ന് അങ്ങ് മറക്കും. 2018 പ്രളയം വരും, നമ്മൾ ഒരുമിച്ച് നിൽക്കും. 19 ആകുമ്പോൾ ശബരിമല വരും, നമ്മൾ പരസ്പരം തമ്മിലടിക്കുകയും ചെയ്യും. ഇതാണ് കാണുന്ന ഒരു അവസ്ഥ. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന മനസ്സുള്ളവരാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തെ കണ്ടുപിടിക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് കേരളം ഒരു മാതൃകയാണെന്ന കാര്യത്തിൽ സംശയമില്ല.
നമ്മൾ മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നറിയിപ്പുകൾ വേണം. നമ്മുടെ സാങ്കേതിക സംവിധാനം കുറച്ചുകൂടി ശക്തമാവണം. ഇവരതാ പറയുന്നത് എന്തെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കാര്യക്ഷമമായിട്ട് തന്നെ ചർച്ചയിലേക്ക് കൊണ്ടുവരണം. ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും. താങ്ക് യു സാർ. താങ്ക് യു.